മകം പൂരം ഉത്രത്തിൽ ആദ്യ 15 നാഴിക ഇവ ചേർന്ന് ചിങ്ങക്കൂറുകാർക്ക് പൂർണ്ണമായിട്ടത്ര അനുകൂലമായ സമയമല്ല ഈ ചിങ്ങമാസം. 12-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 8-ൽ ശനി ഉണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ വേഗതയിൽ അനുകൂലമാകണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സ വിഷമതകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിൽ കാലതാമസം വരാനാണ് സാധ്യത. ശ്രദ്ധാപൂർവം പരിശ്രമം തുടരുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പ്രവർത്തനത്തിൽ പരാജയം, ഇതൊക്കെ അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് അത് മുമ്പോട്ട് പോകണം. കച്ചവടക്കാർക്കും സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. നഷ്ടങ്ങളോ പാഴ്ചെലവുകളോ ഒഴിവാക്കാൻ പ്രത്യേകം കരുതൽ ഉണ്ടായിരിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഒഴിവാക്കാൻ യോഗ, ധ്യാനം, ഇതൊക്കെ ശീലിക്കുന്നത് ഗുണം ചെയ്യും. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കണം. കുടുംബകാര്യങ്ങളിൽ ശാന്തതയോടുകൂടി എല്ലാം ചെയ്യേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സമഗ്രവും സമ്പൂർണവുമായ ഒരു രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകേണ്ടതാണ്.